അമേരിക്കയ്ക്കും ഇടയിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷവും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നേരിടുന്ന കടുത്ത അനിശ്ചിതത്വങ്ങളും ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. തുടക്കത്തിൽ അതിശക്തമായ സൈനിക നടപടികൾക്കും ആക്രമണങ്ങൾക്കും മുതിർന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നയതന്ത്ര ചർച്ചകളിലേക്ക് വഴിമാറാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു. സാമ്പത്തികമായും സൈനിക ശേഷിയുടെ കാര്യത്തിലും US നേരിടുന്ന ചില പ്രായോഗിക പരിമിതികളും മുൻകാല തിരിച്ചടികളുമാണ് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നതിൽ നിന്ന് ട്രംപിനെ പിന്നോട്ട് വലിക്കുന്നത്. കയ്യിലുള്ള സർവ്വായുധങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞതോടെ തുടക്കത്തിൽ കാണിച്ച ആവേശവും കടുപ്പമുള്ള നിലപാടുകളും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കൂടുതൽ ചോരപ്പുഴ ഒഴുക്കുന്നതിനേക്കാളും മനുഷ്യജീവനുകൾ കവരുന്നതിനേക്കാളും ഉപരിയായി ഇറാനുമായ ഒരു കരാറിലെത്തി അന്തിമ പരിഹാരം കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് ഇപ്പോൾ പരസ്യമായി വ്യക്തമാക്കുന്നത്. ആളുകളെ കൊന്നൊടുക്കുന്നതിൽ തനിക്ക് വലിയ താല്പര്യമില്ലെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ യാതൊരു കാരണവശാലും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്ന കർശനമായ നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. ലാസ് വേഗാസിൽ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച ഈ സുപ്രധാന പ്രസ്താവനകൾ ട്രംപ് നടത്തിയത്. സമീപകാലത്ത് അമേരിക്ക നടത്തിയ തുടർച്ചയായ സൈനിക നടപടികളിലൂടെ ഇറാന്റെ പ്രതിരോധ ശക്തിയെ വലിയ അളവിൽ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ പോലും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വെനസ്വേലയിൽ അമേരിക്ക സ്വീകരിച്ച തന്ത്രപരമായ സമീപനങ്ങളോട് ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങളെ താരതമ്യം ചെയ്ത ട്രംപ് രണ്ട് മേഖലകളിലും അമേരിക്കൻ നയങ്ങൾ വലിയ വിജയമാണെന്ന് അഭിപ്രായപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആസൂത്രിതമായ ആക്രമണത്തിനായിരുന്നു ഇറാന് നേരെ അമേരിക്ക തയ്യാറെടുത്തിരുന്നത്. എന്നാൽ വൻ നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കുകയായിരുന്ന ഈ ആക്രമണ പദ്ധതിയുടെ തൊട്ടുമുമ്പ് ഇറാൻ ഭരണകൂടം തങ്ങളുമായി ബന്ധപ്പെടുകയും ചർച്ചകൾക്കായി അഭ്യർത്ഥിക്കുകയുമായിരുന്നുവെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ദയവായി ഈ ആക്രമണം നടത്തരുത്, നമുക്ക് മേശപ്പുറത്തിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാം എന്ന് ഇറാൻ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ താൽക്കാലികമായ ആക്രമണ നീക്കങ്ങളിൽ നിന്ന് പിന്മാറിയതെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ മേഖലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റിമറിക്കുന്ന മറ്റ് ചില പ്രധാന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായും സുരക്ഷയുമായും ബന്ധപ്പെട്ട് ഒമാനുമായി പുതിയൊരു കരാറിന് രൂപം നൽകാനുള്ള അന്തിമഘട്ടത്തിലാണ് ഇറാൻ. ഈ പുതിയ കരാറിലൂടെ തങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവും ഉപവിദേശകാര്യ മന്ത്രിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ തങ്ങളുടെ വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതേസമയം ട്രംപിന്റെ ചർച്ചാ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ പരസ്യമായി സ്വീകരിച്ചത്. അമേരിക്കയുമായി തങ്ങൾ യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകളും നടത്തുന്നില്ലെന്നും ഒമാനുമായി നടക്കുന്നത് തികച്ചും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ചർച്ചകൾ മാത്രമാണെന്നുമാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. ഒരു വശത്ത് അതിശക്തമായ സൈനിക ആക്രമണങ്ങളുടെയും ഉപരോധങ്ങളുടെയും ഭീഷണി മുഴക്കുകയും മറുവശത്ത് സമാധാനപരമായ കരാറുകൾക്കായി സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഈ വൈരുദ്ധ്യം നിറഞ്ഞ ഇരട്ടത്താപ്പ് നയം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഈ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങി ആണവായുധ നിർമ്മാണ നീക്കങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറുമോ അതോ നയതന്ത്ര ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ട് പശ്ചിമേഷ്യ പുതിയൊരു മഹായുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുമോ എന്ന വലിയ ചോദ്യത്തിന് ലോകം ഉറ്റുനോക്കുകയാണ്.